സൂപ്പർ മാർക്കറ്റ് ചെയിൻ സ്ഥാപിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. പോലീസ് നിഷ്ക്രിയത്വം ഉപേക്ഷിച്ച് പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിക്ഷേപകർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇവിടെ നടന്നതെന്ന് വെച്ചാൽ ഈ സ്ഥാപനം വരികയും ഇതിന്റെ മറവില്, അതായത് തിരൂര്, പിന്നെ അതേപോലെ തന്നെ മലപ്പുറം, പെരിന്തൽമണ്ണ, മൂച്ചിക്കല് എന്നിങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങൾ, അതുപോലെ കോഴിക്കോട്, അങ്ങനെ ജില്ലയിലെ പല ഭാഗത്തും ഈ സൂപ്പർ മാർക്കറ്റിൽ കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു തട്ടിപ്പാണ് ഈ ഒരു സ്ഥാപനം നടത്തി ഇവിടുന്ന് പോയത്. അതായത് 25,000 രൂപ ഷെയർ വാങ്ങിച്ചിട്ട് 17,50,000 രൂപ വരെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ഒരു തട്ടിപ്പൂട് നടത്തുന്നത്. അതേപോലെ തന്നെ പണയ ഗോൾഡ്, ലോക്കർ ഗോൾഡ്, അങ്ങനെ ഭൂമിപരമായ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് ഏകദേശം ഞങ്ങളെ ഒരു കാഴ്ചപ്പാടില് ഏകദേശം 800 കോടിയോളം രൂപയാണ് ഇവിടുന്ന് തട്ടിപ്പ് നടത്തിപ്പോയത്. ജില്ലയുടെ പല ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയിലും AD സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും തുറന്ന് നിക്ഷേപകരിൽ നിന്ന് താനൂർ ഒഴൂർ സ്വദേശിയും നിലവിൽ ബാംഗ്ലൂരുവിൽ താമസിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കുടുംബവും കോടികൾ തട്ടിയെന്നാണ് പരാതി. 2017 തിരൂരിലെ തുഞ്ചത്ത് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ 1 വർഷം ജയിലിൽ കഴിഞ്ഞ പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സൂപ്പർ മാർക്കറ്റ് തട്ടിപ്പുമായി രംഗത്തെത്തിയതെന്ന് നിക്ഷേപകർ പറഞ്ഞു. 25,000 രൂപ മുതൽ കോടികൾ വരെ നിക്ഷേപിച്ചവരുണ്ട്. വലിയ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പണം കൈക്കലാക്കിയതെന്നും ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതികൾ നൽകിയിട്ടുണ്ടെന്നും പണം നഷ്ടമായ VP സുബ്രഹ്മണ്യൻ, K നന്ദകുമാർ, P രേഖ, P അപ്പുക്കുട്ടൻ, A ഹരിദാസൻ എന്നിവർ പറഞ്ഞു. അപ്പോൾ കമ്പനിക്കെതിരെ ഈ പരസ്യമായിട്ട് നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് പറയുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ആളുകളും ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതേപോലെ തന്നെ കമ്പനിയുടെ സഹപ്രവർത്തകരും നമ്മളെ ആക്രമിക്കുന്ന സംഭവമാണ് ഇതുവരെ ഉണ്ടായത്. അപ്പൊ ആ അക്രമത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ജീവഹാനി വരെ ഉണ്ടാവാനുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മറികടന്നാണ് നമ്മൾ മുന്നോട്ട് ഇതുവരെ എത്തിയത്. അപ്പൊ ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ഗൂഢസംഘങ്ങളെ കണ്ടെത്തുക എന്നുള്ളതിന്റെ ലക്ഷ്യമായിട്ടാണ് ഞങ്ങൾ ഈ പത്രമാധ്യമ നിങ്ങളെ ഇത് അറിയിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒന്നെന്താ വെച്ചാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പ് നടന്നതെന്ന് ഞാൻ മുൻപ് പറഞ്ഞു. അപ്പൊ ആ തട്ടിപ്പിന്റെ പ്രധാന ആളുകൾ ഒന്ന് ജയചന്ദ്രൻ മുരിയേരി എന്ന വ്യക്തിയാണ്. അതായത് ആ രാമൻകുട്ടി ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തിയെ ബിനാമിയാക്കി കമ്പനിയുടെ MD ആക്കിയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ ജയചന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും പണമിടപാട് കാര്യങ്ങൾ മുഴുവൻ നടത്തിയത്. പിന്നെ കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രജിത ഇതിൽ പ്രധാന കണ്ണിയാണ്. മുൻപ് 2016 തട്ടിപ്പിന് ശേഷം പണമായി കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ സ്ഥലങ്ങളും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി കൂട്ടിയതിൽ പ്രജിതന്റെ അമ്മ പാറുക്കുട്ടി അമ്മ, അതുപോലെ വിഷ്ണു, അതുപോലെ ജയചന്ദ്രന്റെ ഏട്ടൻ സുരേഷ്, പിന്നെ അതേപോലെ തന്നെ ജയചന്ദ്രന്റെ സഹോദരിമാര്, അളിയന്മാര്, ഇവർക്കൊക്കെ വ്യക്തമായ പങ്ക് മുൻപത്തെ ജ്വല്ലറി നടത്തിപ്പിലുണ്ട്. ഇപ്പൊ ഇന്നോവേറ്റീവ് മാർക്കറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും വ്യക്തമായ പങ്കുണ്ട്. CCN മലപ്പുറം.